മേശ എന്ത് എന്നൊന്ന് വളരെ സമ്മറൈസ് ചെയ്ത് പറയുവാൻ മാത്രം താല്പര്യപ്പെടുന്നു. പഴയ നിയമത്തിൽ ആചരിച്ചു വന്നിരുന്ന ഒന്നായിരുന്നു പെസഹ പെരുന്നാൾ. പെസഹയ്ക്ക് ഒരു പെരുന്നാളുണ്ട്. പെസഹ ആ പെരുന്നാളോട് ചേർന്ന് ആളുകൾ ആഘോഷിച്ചിരുന്നു. മിസ്രയീമിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കുമ്പോൾ ചോരത്തെളിയും പെസഹായും ആചരിച്ചവർ മാത്രം വെളിയിൽ വരുവാൻ ദൈവം അനുവദിക്കുകയും അങ്ങനെ ഇസ്രയേൽ മുഴുവനും ചോരത്തെളിയും പെസഹയും ആചരിക്കുകയും ചെയ്തു. ചോരത്തെളിയും പെസഹയും ആചരിക്കാതെ പുറപ്പെട്ട മിസ്രയീമ്യർ ചെങ്കടലിൽ വെച്ച് തീർന്നു. ചോരത്തെളിയും പെസഹയും ആചരിച്ചവർ ചെങ്കടൽ കടന്നു. ആ പെസഹായെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, മിസ്രയീമിൽ നിന്നുള്ള ജനത്തിന്റെ വിടുതലിനെ കുറിച്ച പെസഹായെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ കാലത്തും യഹൂദന്മാർ പെസഹ ആചരിച്ചു വന്നിരുന്നു. പെസഹയെക്കുറിച്ച് തിരുവചനം പറഞ്ഞത്, മോശ പറഞ്ഞത്, ആർക്കെങ്കിലും ഒരാൾക്ക് പെസഹായുടെ ദിവസം അത് ആചരിക്കാൻ കഴിയാതെ പോയാൽ, കാര്യം എങ്ങനെയെങ്കിലും ഒരാൾ അശുദ്ധനായി പോയാൽ, എങ്ങനെ അശുദ്ധനാകുന്നത്? ശവത്താൽ അശുദ്ധരാകുന്നവരുണ്ട്. പെട്ടെന്ന് വീട്ടിലൊരാൾ മരിച്ചുപോയി, ആ വീട്ടിലുള്ളവർ ശവത്താൽ അശുദ്ധനായി. ശവത്തെ തൊടുന്നവൻ അശുദ്ധനെന്നാണ് അന്നത്തെ കണക്ക്. ഈ പഴയ നിയമത്തിലുള്ള സകല വിശുദ്ധിയും സകല അശുദ്ധിയും ബാഹ്യമായതാണ്. അവിടെ കാണുന്ന സകല അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ബാഹ്യമാണ്. ഇതിന്റെ എല്ലാ ആത്മീയ അർത്ഥമാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ളത്. അങ്ങനെ ശവത്തെ തൊടുന്നവൻ അശുദ്ധനായി തീർന്നാൽ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ അങ്ങനെ അല്ല, ആരും അശുദ്ധരാകത്തില്ല. ശവസംസ്കാരത്തിന് ഇടയ്ക്കും കർത്തൃമേശ ആചരിക്കാം, യാതൊരു ദോഷവുമില്ല. പുതിയ നിയമത്തിൽ അശുദ്ധനായാൽ അവരെന്തു വേണം? അവർ പിറ്റേ ദിവസം ആ മേശ ആചരിക്കണം, അല്ലെങ്കിൽ പെസഹ ആചരിക്കണം. അങ്ങനെ പോലും ഒരാൾക്ക് പെസഹയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല, അത് നിർബന്ധമായിരുന്നു. പെസഹ ആചരിക്കാത്തവൻ ജനത്തിന്റെ ഇടയിൽ പാടില്ല. ഇത് ദൈവിക നിയമമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സമയത്തും യേശുവിന്റെ ഒടുവിലത്തെ ദിവസവും യേശു പെസഹ ആചരിപ്പാൻ തീരുമാനിച്ചു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പെസഹ ആചരിക്കേണ്ടതിനൊരു സ്ഥലം ഉണ്ട്, അത് കാണിച്ചു തരുന്ന ഒരാളുണ്ട്, നിങ്ങൾ പോയി ആ സ്ഥലം കണ്ടുപിടിച്ച് പെസഹയ്ക്ക് തയ്യാറാക്കാൻ പറഞ്ഞു. പെസഹ എന്നാൽ എന്ത്? വീട്ടിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവർ തിന്ന് ശേഷിപ്പിക്കേണ്ടതിനാവശ്യമായ അപ്പം, പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അത് മേശമേൽ അടുക്കി വെക്കും. വീട്ടിലുള്ളവർക്ക് കുടിക്കുവാൻ ആവശ്യമുള്ളതിനേക്കാൾ അധികം വീഞ്ഞ് കൊണ്ടുവെക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞാലും കുറച്ചപ്പം മിച്ചം വരണം, കുറച്ച് വീഞ്ഞ് മിച്ചം വരണം. അക്കാലത്ത് വീഞ്ഞ് അവർ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമുക്ക് വീഞ്ഞല്ല, ലഹരിക്ക് ആത്മാവിനെ ദൈവം തന്നു. ഞാൻ പറഞ്ഞു, പഴയ നിയമം മുഴുവനും അക്ഷരീകവും പുതിയ നിയമം മുഴുവനും അതിന്റെ യാഥാർത്ഥ്യമായ ആത്മീകവുമാണ്. പഴയ നിയമത്തിൽ വീഞ്ഞു കുടിച്ചു, പുതിയ നിയമത്തിൽ ആത്മാവ് നിറഞ്ഞവരായി മത്തുപിടിക്കുക എന്ന് തിരുവചനം പറയുന്നു. ഗലാത്യലേഖനം പറഞ്ഞു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ബട്ട് എന്നാൽ ആത്മാവിൽ നിങ്ങൾ മത്തരാകുക, ദുർനടപ്പുണ്ടാകുകയില്ല, സൽനടപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വീട്ടിലുള്ള മുഴുവൻ പേർക്കും ഭക്ഷിച്ച് മിച്ചം വരത്തക്കവണ്ണം അപ്പം വേണം, വീട്ടിലുള്ളവർക്ക് മുഴുവനും കുടിച്ച് മിച്ചം വരത്തക്കവണ്ണം വീഞ്ഞു വേണം. ഇത് രണ്ടും മേശപ്പുറത്ത് വെക്കും. പുളിപ്പില്ലാത്ത അപ്പങ്ങളായിരിക്കണം. എന്നിട്ട് പെസഹ നടത്തുവാൻ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തി ആ പെസഹയുടെ അപ്പം അടുക്കി വെച്ചിരിക്കുന്നതിനകത്ത്, ഞാൻ അവിടെ വിശദീകരിക്കത്തില്ല, ഏറ്റവും മുകളിലിരിക്കുന്ന ഒരപ്പം എടുത്ത് മാറ്റിവെക്കും. ഇത് മശിഹയെ കുറിക്കുന്നു എന്നവർ പറയും. യഹൂദ തൽമൂദുകളിൽ, ചരിത്രങ്ങളിൽ ഇത് കാണാം. ഒരു വീട്ടിനകത്ത് 10 പേരുണ്ടെങ്കിൽ 20 അപ്പം കൊണ്ട് മതിയാകുമെന്ന് അമ്മയ്ക്കറിയാം. 25 അപ്പം അങ്ങ് ഉണ്ടാക്കും. യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 15 അപ്പം മതിയെന്നറിയാമെങ്കിൽ പോട്ടെ, 12 ഗുണം 2, 13 ഗുണം 2, 26. 26 അപ്പം മതിയെന്ന് അറിയാമായിരുന്നെങ്കിൽ 30 അപ്പം അങ്ങ് ഉണ്ടാക്കും. കാര്യം മിച്ചം വന്നേ തീരൂ. മിച്ചം വരുന്ന അപ്പം ആ രാത്രിയിൽ തന്നെ തീയിലിട്ട് ചുട്ടുകളയണം എന്നത് അവരുടെ പ്രമാണമായിരുന്നു. എന്തിനാന്നൊക്കെ ഞാൻ പറയാൻ പോവാം. തീയിലിട്ട് ചുട്ടുകളയണം എന്നത് അവരുടെ പ്രമാണമായിരുന്നു. മിച്ചം വെക്കാനും അത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്. തീയിലിട്ട് ചുട്ടുകളവാനുമായി അധികം അപ്പങ്ങൾ ഉണ്ടാക്കും. 30 അപ്പം ഉണ്ടാക്കിയാൽ, യേശുവിന്റെ കൂടെ ഉള്ളവരായിരുന്നെങ്കിൽ 12 ശിഷ്യന്മാർ യേശുവുമായി 30 പേരായിരുന്നു. 30 അപ്പം ഉണ്ടാക്കിയാൽ നമ്മുടെ ചപ്പാത്തിയോടോ ദോശയോടോ ഉപമിച്ചോ, ഗോതമ്പപ്പമാണ് ചപ്പാത്തി പോലിരിക്കും. നമ്മുടെ അമ്മച്ചിമാരും നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാവുന്നവരാ പലരും. ദോശ ഉണ്ടാക്കാൻ ഒത്തിരി പേർക്കറിയാം. ആരെങ്കിലും ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ക്ലീൻ റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ കഴിയുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കിയാൽ ഒക്കും. കൈകൊണ്ട് പരത്തിയാൽ ഒരിക്കലും ക്ലീൻ റൗണ്ട് ഷേപ്പിൽ കിട്ടത്തില്ല. ചിലത് ഇന്ത്യ ഭൂപടം പോലെ അങ്ങ് മാറും, വേറെ ചിലത് കേരളം പോലിരിക്കും, ചിലത് ഒരുമാതിരി വട്ടത്തിലൊക്കെ വരും. ഈ അപ്പങ്ങൾ മുഴുവനും വീട്ടിലെടുത്തു വെച്ചിട്ട്
ഏറ്റവും നല്ല ഷേപ്പുള്ള അപ്പം. തിരിച്ചു മറിച്ചു വിട്ടപ്പം ചുടുമ്പോൾ ഒരു വശം കരിഞ്ഞു പോയെന്നിരിക്കും ചിലതിന്റെ, ഒരു വശം മുഴുവൻ വെന്തില്ലെന്നിരിക്കും വേറെ ചിലതിന്റെ. ഏറ്റവും വേവും നിറവും ഒത്ത അപ്പം എന്ന് പറഞ്ഞാൽ 50 അപ്പം ഉണ്ടെങ്കിൽ അതിലെ, 30 അപ്പം ഉണ്ടെങ്കിൽ അതിലെ പെർഫെക്റ്റായ അപ്പം, ഷേപ്പിലും വേവിലും പെർഫെക്റ്റായ അപ്പം ഈ ഏറ്റവും മേളിലായിരിക്കും വെക്കുന്നത്. കണ്ടാൽ ഏറ്റവും നല്ലത് മേളി വെക്കും. ഈ പെസഹ നടത്താൻ വരുന്ന മനുഷ്യൻ ഈ അപ്പം എടുത്ത്, ഈ മുകളിലിരിക്കുന്ന ഈ അപ്പം എടുത്ത്, ഇത് മശിഹായെ കുറിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് മാറ്റിവെക്കും. അപ്പം അദ്ദേഹം മുറിക്കത്തില്ല. ഈ അപ്പം തീയിലിട്ട് ചുട്ടുകളയും. ദൈവകോപത്തിന്റെ ക്രോധത്തിൽ യേശു ക്രൂശിൽ കഷ്ടം അനുഭവിക്കുമെന്ന് പഴയ നിയമത്തിൽ വിളിച്ചു പറയുവാൻ എടുത്തിരുന്ന പ്രമാണമായി ഇത് മശിഹായെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് ആ അപ്പം അങ്ങ് മാറ്റിവെക്കും. അതവർ ഉപയോഗിക്കത്തില്ല. ഇത് ബൈബിളിൽ നിന്നല്ല, യഹൂദ തൽമൂദുകളിൽ നിന്നാണ്. 2, അവരുടെ കയ്യിലുള്ള പാനപാത്രത്തിൽ നിന്നൊരു ചെറിയ പാത്രത്തിൽ ഒരല്പം വീഞ്ഞെടുത്ത് ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് മാറ്റിവെക്കും. ബാക്കിയുള്ള അപ്പം വീട്ടുനായകൻ പ്രാർത്ഥിച്ച് നുറുക്കി കൂടിയിരിക്കുന്നവർക്ക്, വീട്ടിലുള്ളവർക്ക് തിന്നാൻ കൊടുക്കും. ഇവർ വന്ന് ഇരിക്കുന്ന ഉടനെ ആ വീട്ടിലെ ഒരു അടിമ വന്ന് അവരുടെ കാലുകൾ കഴുകും. കാലുകൾ കഴുകിയ ശേഷം അടിമയോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും താണയാള് വന്ന് ആ മറ്റുള്ളവരുടെ കാലുകൾ കഴുകും. കഴുകിയ ശേഷമാണ് വീട്ടുടയവൻ ഏറ്റവും മുകളിലിരുന്ന അപ്പവും അല്പം വീഞ്ഞും ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. തുടർന്ന് അവരപ്പം വാഴ്ത്തും. അപ്പം വാഴ്ത്തുക, അത് എബ്രായ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: സാക്ഷാൽ ജീവന്റെ ദായകനായ അപ്പമേ, അങ്ങ് ഞങ്ങളെ പോഷിപ്പിക്കേണ്ടതിന് ഈ അപ്പത്തെയും വാഴ്ത്തിത്തരണമേ. ഇത്രയുള്ളതിന്റെ സാരം, രത്നചുരുക്കം. ഇത് കാണാതെ അറിയാവുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്. അതവർ പറയും. എന്നിട്ട് അപ്പം നുറുക്കി ഇരിക്കുന്നവർക്കായി കൊടുക്കും. എല്ലാവരും വാങ്ങി പങ്കിടും. മാറ്റിവെച്ചിരിക്കുന്നവർ ഇരിക്കും. ഇതാ പതിവ്. നമ്മുടെ കർത്താവായ യേശു ഒടുവിലത്തെ അത്താഴത്തിന്, ഒടുവിലത്തെ പെസഹ ആചരിക്കുവാൻ തന്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് വന്നു. യേശുവും പെസഹയുടെ ചടങ്ങുകളിലേക്ക് കയറി. അവർക്ക് അടിമയില്ലഞ്ഞതുകൊണ്ട് കാല് കഴുകുന്നത് ആര് എന്നൊരു ചോദ്യം ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായി. യേശു തന്നെ എഴുന്നേറ്റു അവരുടെ എല്ലാം കാല് കഴുകി. പത്രോസ് പറഞ്ഞു, എന്നെ കഴുകരുത്. യേശു പറഞ്ഞു, കഴുകിയ തീരൂ, അല്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അങ്ങനെ അവരുടെ കാലുകളെ യേശു തന്നെ കഴുകി തന്റെ അരയിലുണ്ടായിരുന്ന തുവർത്തുകൊണ്ട് അവരുടെ കാലുകൾ തുടച്ചു. തുടർന്ന് യേശു പെസഹ ആചരിച്ചു. പെസഹയിൽ 13 പേരുണ്ട്, യേശുവും 12 ശിഷ്യന്മാരും. പെസഹയിൽ ചെയ്യേണ്ടത് അപ്പം മാറ്റിവെക്കുന്നു, വീഞ്ഞു മാറ്റിവെക്കുന്നു, ഇതെല്ലാം ഉൾപ്പെടെയാ പെസഹ ആചരിച്ചു. അത്താഴത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എടുത്തിരിക്കുന്നതാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത്താഴത്തിൽ യൂദായിക്ക് യേശു ഒരു കഷ്ണം അപ്പം മുക്കിക്കൊടുത്തു. ഒരു കഷ്ണം അപ്പം യൂദായിക്ക് മുക്കിക്കൊടുത്തു. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി എഴുന്നേറ്റ് പോവുകയും ചെയ്തു. യൂദ പോയ ശേഷം 11 ശിഷ്യന്മാർ മിച്ചം വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അത്താഴം കഴിഞ്ഞ ശേഷം യേശു അപ്പമെടുത്തു. ആ അപ്പം മാറ്റിവെച്ചിരുന്ന അപ്പമാണ്. കഴിഞ്ഞ 2000-ഓളം വർഷങ്ങളായി ലക്ഷോപിലക്ഷം വീടുകളിൽ ആണ്ടുതോറും മാറ്റിവെച്ചിരുന്ന അപ്പം സാക്ഷാൽ ക്രിസ്തുവാകുന്ന യേശുവാ. ഞാൻ ജീവന്റെ അപ്പമെന്ന് പറഞ്ഞവൻ ആ മാറ്റിവെച്ച മശിഹായെ കുറിക്കുന്നുവെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആ അപ്പം തന്റെ കയ്യിലെടുത്തു. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു ചരിത്രമാണ്. എന്നിട്ട് എടുത്തേച്ച് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ പറഞ്ഞ വാചകങ്ങൾ മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവും. യേശു പെസഹ ആചരിച്ചു എന്ന് മാത്രമേ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. പെസഹ എന്ത് എന്നത് ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്തു. പെസഹയുടെ ഭാഗമാണ് ഏറ്റവും നല്ല അപ്പം മാറ്റിവെക്കുന്നത്. ഊനമില്ലാത്ത ദൈവ കുഞ്ഞാണെന്നറിയപ്പെടുന്ന യേശു തന്നെത്താൻ ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുക്കുകയും തന്റെ കൈ കൊണ്ട് മാറ്റിവെച്ച അപ്പം താൻ തന്നെ തൃക്കരങ്ങൾ കൊണ്ട് ഉയർത്തുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് അപ്പം നുറുക്കി തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു, മാറ്റിവെച്ചിരുന്ന പാനപാത്രം എടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമം, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞു.
വിശുദ്ധ പൗലോസ് പറഞ്ഞ അതുകൊണ്ട് നാം ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പെസഹ ആചരിച്ചത് ഒരു വൈകുന്ന സമയമാണ് നിശ്ചയമായും. അതുകൊണ്ട് രാത്രിയിൽ മാത്രമേ തിരുവത്താഴം നടത്താവൂ എന്ന് പറയുന്നവരുണ്ട്. അത്താഴമല്ലേ, അതുകൊണ്ട് അത് രാത്രിയിലേ ആകാവൂ എന്ന് പറയുന്നവരുണ്ട്. ഇത് അത്താഴത്തിന്റെ ഭാഗമല്ല, അത് കഴിഞ്ഞ് യേശു സെപ്പറേറ്റായി ചെയ്തതാണ്. 6 മണിക്കായിരുന്നോ 8 മണിക്കായിരുന്നോ നമുക്കറിയാൻ വയ്യ. യെരുശലേമിൽ 6 മണിയാകുമ്പോൾ ഇവിടെ എത്ര ആകും? എനിക്ക് 8:30 ആകണം. 2.5 മണിക്കൂർ ആ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. 8 മണിക്കായിരുന്നു യെരുശലേമിൽ യേശു ഇത് ആചരിച്ചതെങ്കിൽ ഇവിടെ രാത്രി 10:30 ആകണം. എത്ര മണിക്ക് യേശു ആചരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് മാത്രം അറിയാം, കൂടി വരുമ്പോഴൊക്കെയും ചെയ്യുവാൻ യേശു ആവശ്യപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നാം കൂടി വരുമ്പോൾ, അത് രാത്രിയിലോ അത് പകലോ അത് പ്രഭാതത്തിങ്കലോ അതെപ്പോഴോ, അത് പൊതുസ്ഥലത്തോ അത് വീട്ടിലോ, നാം ദൈവത്തെ സേവിക്കുവാൻ കൂടി വരുമ്പോൾ എവിടെ വെച്ചും ഏത് സമയത്തും ഇത് ഭക്ഷിക്കാം. കാര്യം ഇത് അത്താഴമല്ല, ഇത് കർത്താവിന്റെ മേശയാണ്. ഈ മേശയിൽ നിന്ന് നാം ഭക്ഷിക്കുമ്പോൾ, ഇന്ന് പകൽ അപ്പവും വീഞ്ഞും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതിനെ വാഴ്ത്തി നമ്മളിത് എടുക്കാൻ പോകുകയാ. ഈ മേശയിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഓർക്കണം, യേശുവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയായത്. യേശു തന്റെ ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തേച്ചു പറഞ്ഞു, ഇനി ദൈവരാജ്യത്തിൽ പുതുതായി പന്തിക്കിരിക്കുവോളം മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുന്നതല്ല എന്ന് എടുത്തു പറഞ്ഞു. ഇനി ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. നിങ്ങളും ഞാനും ഈ ദിവസങ്ങളിൽ ഒന്നിൽ യേശുവിന്റെ വരവടുത്തിരിക്കയാൽ ഒരു കാഹളനാദം കേൾക്കും. ആ കാഹളനാദം കേൾക്കുമ്പോൾ നാം ഇവിടെ നിന്ന് പറന്നു മാറും. നാം ഒരുമിച്ച് മധ്യാകാശത്തിൽ യേശുവിനോടൊപ്പമായിരിക്കും. അവിടെ നമ്മെ ഇരുത്തി നമുക്ക് തരുവാൻ യേശു ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വർഗത്തിലെ കർത്തൃമേശ. അതിനകത്ത് നാം പങ്കുള്ളവരായിരിക്കും. അതുവരെ നാം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നാം ചെയ്യുവാൻ യേശു കൽപ്പിച്ചത് നാം ഇന്ന് ആചരിക്കുന്നു. ക്രിസ്തീയ സഭകളിൽ 1-2 വിഭാഗങ്ങൾ ഒഴിച്ചാൽ, സാൽവേഷൻ ആർമിയും ക്വൈക്കേഴ്സും 2 വിഭാഗങ്ങൾ ഒഴിച്ചാൽ, ബാക്കി സകല വിഭാഗങ്ങളും ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഏറ്റവും ബഹുമതിയോടെ ചെയ്യുന്നതായ ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശ. നാമും ഏറ്റവും ബഹുമതിയോടെ ചെയ്യുകയാ. ആരോടുള്ള ബഹുമതി? ക്രിസ്തുവിനോടുള്ള ബഹുമതി. കാര്യം ഈ അപ്പം ചിത്രീകരിക്കുന്നത് യേശുവിന്റെ ശരീരത്തെയാണ്. ഇത് പല കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോതമ്പ് മണി, യേശു പറഞ്ഞു, കോതമ്പ് മണി ചാകാതെ തനിയെ ഇരുന്നാൽ അതിനകത്തൊന്നും ഒരു പ്രയോജനവുമില്ല. അത് നിലത്ത് വീണ് ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കോതമ്പ് മണിയാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വീഴുകയും മരിക്കുകയും ചെയ്തതിനാൽ വലിയ വിളവുണ്ടായതാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച എന്റെ ഹൃദയത്തെ ഒരുപാട് ചലിപ്പിച്ച ഒരു പഴയ പാട്ടുണ്ട്. മന്നിടത്തിൽ ക്രൂശ് അതിൽ നിന്നും ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് ഉന്നതമായ സ്വർഗത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ സ്വർഗം പദ്ധതിയിട്ടു. സ്വർഗത്തിന്റെ ഉന്നതികൾ വിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്റെ സകല മഹത്വവും ഉരിഞ്ഞു വെച്ച ശേഷം മനുഷ്യ വേഷമെടുത്ത് ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നവനായി യേശു തന്റെ സ്വന്തം ശരീരം തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ പലരായ നാം ക്രിസ്തുവിൽ ഏക ശരീരമായി മാറി ഒരു സഭയായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ നാം ഒന്ന് എന്ന് കാണിക്കുന്ന വിലയേറിയ ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശ. ആകയാൽ അപ്പം ഒന്നാകയാൽ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. നാം ഒരൊറ്റ സ്വർഗീയ പൗരത്വമുള്ളവരാ. നാം സ്വർഗീയ കുടുംബത്തിന്റെ ഓഹരിക്കാരാ. യേശുവിന്റെ സഭ എന്ന വലിയ ശരീരത്തിന്റെ ഭാഗമാണ് നാം അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാ. ഇന്ന് പകൽ ഈ മേശ നമ്മെ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാവാ. യേശുവിന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടു. ആ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ ആ ഓർമ്മയിൽ നമുക്ക് യേശുവിന്റെ പാദത്തിലേക്ക് അടുത്തു വരാം. വിശുദ്ധ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തേച്ചു പറഞ്ഞു, വാങ്ങി പങ്കിടുവീൻ, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അയോഗ്യമായി, അൺവേർത്തിലി, അയോഗ്യമായി ഇത് തിന്നാൻ പാടില്ലെങ്കിൽ യോഗ്യത ഇതിനുണ്ട്. എന്തായിരിക്കും അതിന്റെ യോഗ്യത? ഞാൻ ഒന്നുകൂടെ പറയുക, ബാക്കി ഒന്നും വായിക്കുകയല്ല.
അയോഗ്യമായി ഇത് തിന്നരുത് എങ്കിൽ തിന്നാവുന്ന യോഗ്യത എന്ത്? മിനിമം യോഗ്യതകൾ ദൈവസഭ വെച്ചത്. നമ്പർ 1, യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ആളായിരിക്കണം, ഇല്ലെങ്കിൽ യേശുവുമായിട്ട് കൂട്ടായ്മയില്ല. 2, യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ട ആളായിരിക്കണം, ഇല്ലെങ്കിൽ യേശുവിനോട് ബന്ധമില്ല. 3, ജീവിത വിശുദ്ധിയിൽ ജീവിക്കുന്നവനായിരിക്കണം. പൊതുലോകത്തിന്റെ മുമ്പിലും ദൈവവചനത്തിന്റെ മുമ്പിലും നിർമ്മലതയും മനസാക്ഷിയുടെ ശുദ്ധിയും ഉള്ളവർ മാത്രമായിരിക്കണം. ദുർനടപ്പുകാരനും അശുദ്ധനും മദ്യപനും വ്യഭിചാരിയും എന്നിങ്ങനെ പാപത്തിൽ ജീവിക്കുന്നവർ ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ അനുവാദമില്ല. യോഗ്യമായി ഇതിൽ നിന്ന് പങ്കെടുക്കുക. രക്ഷിക്കപ്പെട്ടവരും യേശുവിനോട് ചേരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റവരും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയും വിശുദ്ധ ജീവിതവും പുലർത്തുന്നവരുമായ എല്ലാവർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാം. ഈ ഹോള് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഹോളാ. ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾ ഒരളവിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നമ്മളതായതുകൊണ്ട്. പക്ഷെ ഈ മേശ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അല്ല, ഇത് കർത്താവിന്റെ മേശയാണ്. ആകയാൽ കർത്താവിന്റെ മക്കൾ ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. അസംബ്ലീസ് ഓഫ് ഗോഡ് ഇതിനകത്തില്ല, IPC ഇതിനകത്തില്ല, ഷാരോൺ ഇതിനകത്തില്ല, ഇതിനകത്ത് അങ്ങനത്തെ ഒന്നുമില്ല. ഇത് കർത്താവിന്റെ മക്കൾ ദൈവം മുമ്പിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാകയാൽ നമുക്ക് ഒരുമിച്ച് ഇതിനകത്തൊന്ന് പങ്കെടുക്കാം. 2, അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം കൊടുത്തു. യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാത്. അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ അടുത്തു പറഞ്ഞു, ശരീരത്തെ വിവേചിക്കണം. എന്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. സത്യം. ചിലർ പറയാറുണ്ട്, പുറമെ എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, അകം ശുദ്ധമാണെങ്കിൽ മതി. അയ്യോ, അവരോടൊരു മറുപടി അല്ലയോ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനവൻ ശരീരത്തെ വിവേചിച്ച ശേഷം മാത്രമേ ഇതിൽ നിന്ന് തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യാവൂ. ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അങ്ങനെ നിങ്ങളിൽ അനേകരും ബലഹീനരും രോഗികളുമാകുന്നു. ചിലർ നിദ്ര കൊള്ളുന്നു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ദൈവസ്ഥലത്തിൽ ഒന്നുകൂടെ ശോധന ചെയ്യാം. ഒരാഴ്ചത്തെ മുഴുവൻ നടപ്പും കഴിഞ്ഞ് ഇവിടെ വന്നവർ, ഒരു മാസത്തെ ജീവിതം കഴിഞ്ഞ് വന്നവർ, നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു വർഷത്തെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തതുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അത് ആവർത്തിക്കയില്ല എന്ന് ഒരു സാക്ഷാൽ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഈ കർത്താവിന്റെ മേശയിലേക്ക് തിരിയുകയാണ്. അതിനു മുന്നമേ ഇന്ന് എല്ലാവരും അവരവരെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഇന്ന് ഈ മേശയിൽ ചേർന്ന് ശുശ്രൂഷിക്കേണ്ട കർത്തൃദാസന്മാരും ചർച്ച് എൽഡേഴ്സും ദയവായി എഴുന്നേറ്റ് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇന്ന് ഈ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ട കർത്തൃദാസന്മാരും ഞാൻ ഉൾപ്പെടെ അതിനകത്തുനിന്ന് ചേർന്ന് ശുശ്രൂഷിക്കുന്ന ചർച്ച് എൽഡേഴ്സും ദയവായി എഴുന്നേറ്റ് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് വരുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആദ്യമായി അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്ന എനിക്കാണ് ഏറ്റവും വലിയ ശുദ്ധീകരണം ആവശ്യമുള്ളത്. യേശുവേ, അടിയനെ സത്യമായി ശുദ്ധീകരിക്കണേ. എന്നോട് ചേർന്ന് ശുശ്രൂഷിക്കുന്നവർ വലിയ ശുദ്ധീകരണം രണ്ടാമതായി ഏറ്റെടുത്തേ മതിയാകൂ. ഇത് വാങ്ങി പങ്കിടുന്ന അവസാനത്തെ കുഞ്ഞുവരെയും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ദൈവത്തോടും മനുഷ്യരോടും ശുദ്ധമുള്ള മനസാക്ഷി സൂക്ഷിക്കുന്നവരും മാതൃകാപരമായി ജീവിക്കുന്നവരും മാത്രമേ ഇതിൽ നിന്ന് പങ്കെടുക്കാവൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാതൃകാ ജീവിതത്തിന് അർത്ഥമുണ്ട്. നാം ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, അടിയങ്ങളെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അടിയങ്ങളുടെ ജീവിതത്തെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് പകൽ തിരുമേനി ഞങ്ങളെ മാനിക്കണേ. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ മാനിക്കണേ. ഞങ്ങൾ ഈ തേജസ്സുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഞങ്ങളെ ഒന്നുകൂടെ കഴുകണേ, ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണേ. അടിയനെ വീണ്ടും വീണ്ടും കഴുകണേ യേശുവേ. അവിടുത്തെ ചങ്കിലെ വെള്ളം കൊണ്ട് അടിയനെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചാലും അടിയനോട് ചേർന്ന് നിന്ന് ഇത് ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ, സഹോദരന്മാരെ അങ്ങ് പ്രത്യേകം മാനിച്ച് അനുഗ്രഹിക്കണേ, ശുദ്ധീകരിക്കണേ. ഇതിൽ നിന്ന് പങ്കെടുക്കേണ്ട ഒടുവിലത്തെ വ്യക്തിയെപ്പോലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണേ യേശുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണേ. ദീർഘായുസ്സോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ തിരുമുമ്പിൽ ജീവിക്കുവാനും ഒരിക്കലങ്ങ് മധ്യാകാശത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ മേഘങ്ങളിൽ
അങ്ങയോടൊപ്പം പന്തിക്കിരിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം അങ്ങയ്ക്കായിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് അപ്പവീഞ്ഞുകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിനെ കാണിച്ചുകൊണ്ട് രാത്രി യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയതുപോലെ ഈ അപ്പത്തെയും വീഞ്ഞിനെയും നമുക്ക് യേശുവിന്റെ തൃക്കരങ്ങളിലേക്ക് ഉയർത്താം. കാണത്തക്കവണ്ണം യേശു ഇവിടെ ഇല്ല, എന്നാൽ ആദർശനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. ഈ അപ്പവീഞ്ഞുകളെ നമുക്ക് ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് വിശ്വാസത്താൽ ഉയർത്താം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ഈ അപ്പത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പണ്ടൊരിക്കൽ അപ്പം വാഴ്ത്തിയ അവിടുത്തെ മുറിവേറ്റ കയ്യിലേക്ക് എന്ന വണ്ണം വിശ്വാസത്താൽ അടിയങ്ങൾ ഈ അപ്പം ഉയർത്തി ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഇതിനെ തൊട്ട് വാഴ്ത്തണമേ, അടിയങ്ങൾക്ക് വേണ്ടി ഇതിനെ വാഴ്ത്തണമേ. വിശ്വാസത്താൽ തൃക്കരങ്ങളിൽ നിന്ന വണ്ണം ഏഴുകൾ ഈ അപ്പത്തെ ഏറ്റുവാങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇന്ന് കർത്താവ് ഈ അപ്പത്തെ നമുക്ക് വേണ്ടി വാഴ്ത്തി തരികയാണ്. നാം ഇത് വാങ്ങി പങ്കിടുമ്പോൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സേവിക്കുവാനുള്ള വിശ്വസ്ത തീരുമാനത്തോടെ ഇതിൽ നിന്ന് പങ്കിടണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും തൃക്കരങ്ങളിൽ എടുത്തു വാഴ്ത്തിയ യേശുവിന്റെ കരങ്ങളിലേക്ക് ഈ പാനപാത്രത്തെയും നമുക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ പാനപാത്രത്തെയും അടിയങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പാനപാത്രത്തെ വാഴ്ത്തിയ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ ഓർമ്മയായി അങ്ങ് ഇതിനെ വാഴ്ത്തിത്തരേണ്ടതിന് ഞങ്ങൾ ഇതിനെ ഉയർത്തി ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് ഇതിനെ വാഴ്ത്തണമേ. വിശ്വാസത്താൽ തൃക്കരങ്ങളിൽ നിന്നവണ്ണം ഞങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു വാങ്ങി പങ്കിട്ടുകൊള്ളുവേ. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നാം ഇവിടെ സാധാരണയായി ചെയ്തു വരാറുള്ളതുപോലെ ഇന്ന് പകൽ ഈ അപ്പവീഞ്ഞുകളിൽ നിന്ന് നമ്മൾ ഭാഗവാക്കുകളാകും. ഇവിടെ പതിവായി അപ്പവീഞ്ഞുകളിൽ പങ്കെടുക്കുന്നവർക്ക്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർക്ക് അതിന്റെ സ്വഭാവവും രീതിയും നന്നായി അറിയാം. ദയവായി അടുത്തുള്ളവർ അവരെ അനുകരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സമയം ലാഭിക്കാം. ആ സമയത്തിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉള്ളത്. അപ്പമെടുക്കുന്നവർ ദയവായി ഒരു ചെറിയ പൊടി പോലും അവരുടെ കൈകൊണ്ട് താഴെ പോകാതെ യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കാണിത് എന്ന ഓർമ്മയോടുകൂടെ ഈ അപ്പം അവരവരുടെ കൈകൾ കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പാനപാത്രവും എടുക്കുന്നവർ തികഞ്ഞ ബഹുമതിയോടുകൂടെ യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ് ഈ പാനപാത്രം എന്ന് കരുതി ആ പാനപാത്രത്തെ ഏറ്റവും ബഹുമതിയോടെ കൈകൾ കൊണ്ട് എടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. വേസ്റ്റ് ചെയ്യാതെ, കയ്യിൽ നിന്ന് താഴെ ഇടാതെ, ഭയത്തോടും ഭക്തിയോടും ബഹുമതിയോടും കൂടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഉചിതവും യോഗ്യവും മാതൃകാപരവുമായി നമുക്കിതിനെ അംഗീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Thank you.
കർത്താവിന്റെ തിരുമേശയിൽ പങ്ക് എടുത്തവരും പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശുശ്രൂഷകന്മാർ ആരെങ്കിലും മേശയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ ബാക്കിയുണ്ടെങ്കിൽ ദയവായി അവർ സ്റ്റേജിലേക്ക് വന്നാൽ ഒരുമിച്ച് സ്റ്റേജിൽ വെച്ച് പങ്കെടുക്കാം. വ്യത്യസ്ത സ്റ്റേഷനുകളിൽ കർത്തൃമേശ എടുത്ത് കൊടുത്ത കർത്തൃദാസന്മാർ ആരെങ്കിലും മേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ കഴിയാതെ വന്നെങ്കിൽ അവരൊരുമിച്ച് സ്റ്റേജിലേക്ക് വന്നാൽ ഇവിടെ വെച്ച് നമുക്ക് പങ്കെടുക്കാം. അപ്പവീഞ്ഞുകൾ ശേഷിച്ചിട്ടുണ്ട്. വ്യക്തമായി അപ്പവീഞ്ഞുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, യേശു ഇതുവരെ വന്നിട്ടില്ല. യേശു മടങ്ങി വരുമ്പോൾ യേശുവിനോടുകൂടെ മധ്യാകാശത്തിൽ നാം പന്തിക്കിരിക്കും. യേശുവിന്റെ വരവിന് വേണ്ടി നാം തയ്യാറാകുക. യേശുവിന്റെ വരവ് വേഗത്തിൽ സംഭവിക്കും. ഏതു ദിവസവും കാഹളം ധ്വനിക്കാം. മരിച്ചവരക്ഷയരായി ഉയർക്കാം. നാം തേജസ്സിൽ ചേർക്കപ്പെടാം. വിശുദ്ധിയിൽ നമ്മെ സൂക്ഷിക്കുവാൻ നാം കടംപെട്ടവരാണ്. രണ്ടാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ശേഷിച്ച അപ്പവീഞ്ഞുകളിൽ ഭാഗവാക്കുകളാകേണ്ട അനേക ആയിരങ്ങൾ ഈ പട്ടണത്തിലുണ്ട്.
അവരെ യേശുവിന് വേണ്ടി നേടേണ്ട കടമ നമ്മുടേതാണ്. ഈ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ യേശുവിനെ കുറിച്ച് അവരെ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ചെയ്യുവാൻ അവരവരെ ദൈവം ഏൽപ്പിച്ചതിനൊത്തവണ്ണം അവരവർക്ക് ദൈവസന്നിധിയിൽ അധ്വാനിക്കുവാൻ ഒരു പുതിയ തീരുമാനമെടുക്കാം. കർത്താവ് ഈ അപ്പവീഞ്ഞുകളെ വാഴ്ത്തി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങ് ഈ അപ്പവീഞ്ഞുകളെ ഞങ്ങൾക്ക് വേണ്ടി വാഴ്ത്തി തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു വാഴ്ത്തുന്നു. ഭാഗവാക്കുകളാകുവാൻ അടിയങ്ങൾക്കെന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അപ്പത്തെ വാഴ്ത്തിയവനെ, വീഞ്ഞിനെ വാഴ്ത്തിയവനെ, ഞങ്ങളെ വാഴ്ത്തി അയക്കണമേ. ഇതിൽ നിന്ന് ഭക്ഷിച്ച് അടിയങ്ങൾ ഇന്ന് കടന്നു പോകുന്നു. ആരോഗ്യത്തോടും ബലത്തോടും ദീർഘായുസ്സോടും കൂടെ യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തന്നാലും മുഴുമഹത്വം അങ്ങേക്കായിരിക്കും. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ ആശീർവാദം പറയുന്നതിനു മുന്നമേ, ഇന്ന് ബർത്ത്ഡേ